അസർബൈജാനിലെ ഒരു മോളിൽ പോയപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവം ഉണ്ടോ. ആപ്പിളിൻ്റെ ചിപ്സാണിത്. ഇത് 1 എത്രയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആപ്പിളിൻ്റെ ചിപ്സ്. അത് വെറൈറ്റി ആയിട്ട് തോന്നി, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ. പിന്നെ ഇത് ഹേസൽനട്ട്. ഇത് അസർബൈജാനിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് അസർബൈജാനിലാണ് ഹേസൽനട്ട്. പിന്നെ ഇത് ബദാം എന്നാണ് എൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഷെല്ലുള്ള ടൈപ്പാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ നോർമൽ ബദാം പോലെ അല്ല, ഷെല്ലുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും മെഷീന് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ മനസ്സിലായി എന്ന് പ്രിറ്റൻഡ് ചെയ്യാം. ഇത് ഹേസൽനട്ടാന്ന് മനസ്സിലായി. ദെൻ മറ്റേ ലെമൺ, വലിയ ലെമൺ, അത് നാട്ടിലുണ്ടാവുമല്ലോ. ഇത് ഭയങ്കര വലിപ്പമുണ്ട്. ഇതിന് നോർമലി കാണുന്ന പോലെയല്ല. പിന്നെ അവിടെ കണ്ടത് നമ്മുടെ സിട്രസ് ഇല്ലേ, അത് ഭയങ്കര വലിയ സിട്രസ് ഞാൻ അവിടെ കണ്ടു. മുട്ടനെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിട്ട് ഭയങ്കര വലുത് കണ്ട. എൻ്റെ കൈ അതും കൂടെ നോക്കി. പിന്നെ ഒരു വൈനിൻ്റെ സെക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ വൈനുണ്ട്, പല വെറൈറ്റി ഓഫ് ജോർജിയ, ടർക്കി, അവിടെ നിന്നൊക്കെയുള്ള ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് വൈനുണ്ട്. ഒരു വൈൻ്റെ മാത്രം. പിന്നെ വൈനല്ലാതെ ലിക്കറിൻ്റെ വേറൊരു സെക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റ്. പിന്നെ എനിക്കിഷ്ടമായത് കിറ്റ്കാറ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒടുക്കത്തെ ടേസ്റ്റുള്ള കിറ്റ്കാറ്റ്. പിന്നെ കണ്ടത് ഒലിയോവിൻ്റെ ഒരു മയണൈസാണ്. ഇത് നമ്മളവിടെ കാണാത്തതുകൊണ്ടാണ് ഞാനിത് എടുക്കാമെന്ന് വെച്ചത്. അത് ഞാൻ വിചാരിച്ച് മാങ്ങയാണെന്ന്. പിന്നെ നന്നായിട്ട് നോക്കിയപ്പോഴേക്കും മനസ്സിലായി ഇത് ഒലിവ് ഓയിലിൻ്റെ ആണെന്ന്.